നമസ്കാരം. അപ്പം ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പട്ടയഭൂമി എങ്ങനെ നമുക്ക് കൈമാറാം എന്നതിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ഒരുപാട് മിച്ചഭൂമി ആദ്യമൊക്കെ പതിച്ച് കിട്ടിയ ആളുകളുണ്ടാവും. ഈ പതിച്ച് കിട്ടിയ മിച്ചഭൂമി നമുക്ക് കൈമാറണമെങ്കിൽ മറ്റൊരാളുടെ പേരിലേക്ക് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആധാരമാക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 20 വർഷം കഴിഞ്ഞതിന് ശേഷമേ പട്ടയഭൂമി കൈമാറാൻ പാടുള്ളൂ. ഇപ്പോൾ ഉള്ള നിയമപ്രകാരം 20 വർഷം കഴിഞ്ഞാൽ മാത്രമേ ആ ഭൂമി മറ്റൊരാൾക്ക് കൈമാറാൻ പാടുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ പട്ടയഭൂമി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അത് മുൻകൂട്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. ആദ്യമായിട്ട് നമ്മൾ ആ പട്ടയഭൂമി വാങ്ങുമ്പോൾ വില്ലേജിൽ പോയിട്ട് അതിൻ്റെ ലൊക്കേഷൻ പ്ലാനിന് വേണ്ടി അപേക്ഷിക്കുക. ലൊക്കേഷൻ പ്ലാനിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ ആ മിച്ചഭൂമിയുടെ മൊത്തം സ്കെച്ച് എടുക്കുകയും ആ സ്കെച്ചിലുള്ള പട്ടിക നോക്കി നമ്മൾ ഇരിക്കുന്ന ഭൂമിയുടെ സ്ഥാനം ഏതെന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അതിരുകൾ നമുക്ക് ക്ലിയർ ആക്കി തരുന്നതുമാണ്. അങ്ങനെ ഒരു ലൊക്കേഷൻ പ്ലാൻ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ആ മിച്ചഭൂമി നിങ്ങളുടെ പേരിലേക്കാക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ആധാരമാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ ഫ്ലോട്ടിലേക്ക് ആ ഭൂമിയിലേക്ക് മറ്റൊരാൾക്കും അവകാശം പറഞ്ഞു വരാൻ കഴിയില്ല. അതായത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ആ മിച്ചഭൂമിയുടെ അതേ ഫ്ലോട്ട് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രേഖയാണ് അതിൻ്റെ ലൊക്കേഷൻ പ്ലാൻ. അതായത് വില്ലേജിലെ മിച്ചഭൂമി ഉൾപ്പെട്ട പട്ടിക എടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിയുടെ 4 അതിരുകളും അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ രേഖപ്പെടുത്തിയ പട്ടികയാണ് ലൊക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അത് ഏത് പ്ലോട്ടാണോ അവിടെ വന്ന് വില്ലേജ് ഓഫീസർ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പട്ടയം, മിച്ചഭൂമി കിട്ടിയ പട്ടയം നമ്മൾ ഒരു 10 വർഷം നികുതിയൊക്കെ അടച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ആ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു. നമ്മുടെ നികുതി ഷീറ്റ് നഷ്ടപ്പെട്ടു, ഒറിജിനൽ പട്ടയം നഷ്ടപ്പെട്ടു, ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾക്ക് അതിന് ബദലായിട്ട് ആ ഒരു പട്ടയം നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെ പറ്റിയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പട്ടയം, നിങ്ങൾക്ക് പതിച്ചു കിട്ടിയ ആ ഭൂമി ആരുടെ കയ്യിൽ നിന്നാണോ സർക്കാർ നിങ്ങൾക്ക് പതിച്ചു തന്നത്, അല്ലെങ്കിൽ റവന്യൂ നിങ്ങൾക്ക് ആരുടെ കയ്യിൽ നിന്നാണോ പതിച്ചു തന്നത്, അയാളുടെ പേരും ആ ഭൂമിയുടെ സർവേ നമ്പറും ഇതോടുകൂടെ അവിടെ പതിച്ചു കിട്ടിയ ആരെങ്കിലും ഒരാളുടെ പട്ടയത്തിൻ്റെ ഒരു കോപ്പിയും ശേഖരിക്കുകയാണെങ്കിൽ ആ കോപ്പിയും സർവേ നമ്പറും പതിച്ചു കിട്ടിയ ആളുടെ പേരും താലൂക്കിൽ ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 മാസത്തിനുള്ളിൽ ആ പട്ടയത്തിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് വീണ്ടും നികുതി അടച്ച് ആ ഭൂമി സ്വന്തമാക്കി വെക്കാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മിച്ചഭൂമിയോട് അനുബന്ധിച്ച് ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതായത് ഫോറസ്റ്റിന്റെ NOCയും കൂടി നിങ്ങൾ മേടിക്കേണ്ടതാണ്. ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, ഭൂമിയെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ചതിന് ശേഷം മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാവൂ. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് ഒരു കാരണവശാലും രജിസ്ട്രേഷൻ ചെയ്യരുത്. ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രം, അഡ്വക്കേറ്റിനെ സാക്ഷി നിർത്തിക്കൊണ്ട് മാത്രമേ എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളും ചെയ്യാവൂ. വെറുതെ ഒരു 200 രൂപേൻ്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ട് 4 ബ്രോക്കർമാരെയും കൂട്ടിയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനോ കാശ് കൊടുക്കാനോ ഒരു കാരണവശാലും നിൽക്കരുത്. അയാളെ സാക്ഷിയാക്കിയിട്ട് മാത്രമേ നിങ്ങൾ കാശും എഗ്രിമെൻറ്റും സൈൻ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു നിയമക്കുരുക്ക് അതിൽ വന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ രേഖ കിട്ടിയാൽ, ഭൂമിയുടെ രേഖ കിട്ടിയാൽ അഡ്വക്കേറ്റിനെ കൊണ്ട് കാണിക്കേണ്ടതാണ്. നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വാങ്ങുമ്പോൾ ഓവർ
അതായത് ഒരുപാട് ചെരിവുള്ള ഭൂമി, ഒരു 20-25 ഡിഗ്രീനെ മേലോട്ട് ചെരിവുള്ള ഭൂമിയാണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ ഭൂമിയാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് പോയിട്ട് അതിനെപ്പറ്റി ചോദിച്ചതിന് ശേഷം മാത്രമേ ഭൂമി വാങ്ങാവൂ. അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് പഞ്ചായത്ത് പോയിട്ട് അവിടെ വീട് വെക്കാനോ അല്ലെ ബിൽഡിംഗ് ഉണ്ടാക്കാനോ എന്തെങ്കിലും നിയമ തടസ്സം പഞ്ചായത്തിന്റെ വശത്തു നിന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവിടെ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ പാടുള്ളൂ. വയലിന്റെ സൈഡിലൊക്കെയാണ് നമ്മൾ ഒരു 10-15 സെന്റ് അല്ലെങ്കിൽ ഒരു 5 സെന്റ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കരഭാഗമാണോ എന്നുള്ളത്, അതിന്റെ അടിയാധാരം കരഭാഗം ആണോ എഴുതിയത് എന്ന് വിശദമായിട്ട് പരിശോധിക്കണം. അതായത് അടിയാധാരത്തിൽ നെഞ്ചം, വയൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കരയാക്കിയതാണെങ്കിൽ അത് ആ 2 രേഖയും കൊണ്ട് പഞ്ചായത്ത് പോയതിന് ശേഷം അവിടുന്ന് ക്ലിയറൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഭൂമിയുടെ ആധാരത്തിനകത്ത് കര അല്ലെങ്കിൽ തോട്ടം എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൃഷിഭൂമി എന്ന് എഴുതിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നെഞ്ചം എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വയൽ എന്ന് എഴുതി. നിങ്ങൾ വീട് വെക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കര, തോട്ടം, കൃഷിഭൂമി, ഈ 3 വിഭാഗത്തിൽപ്പെട്ട ഭൂമിയിൽ മാത്രമേ നിങ്ങൾക്ക് വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. നെഞ്ചം, വയൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആധാരം വീട് വെക്കാൻ പറ്റുന്നതല്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 ഏക്കറോ 3 ഏക്കറോ ഒക്കെ 3-4 ഏക്കറുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ അതിരുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അതിര് മിച്ചഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണെങ്കിൽ നിങ്ങൾ താലൂക്ക് ഓഫീസറുടെ സാക്ഷ്യപ്പെടുത്തിയ രേഖ വാങ്ങേണ്ടത്. മിച്ചഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താലൂക്ക് ഓഫീസറുടെ ക്ലിയറൻസ് കിട്ടിയ ഭൂമിയാണോ എന്ന് പരിശോധിക്കണം. ഈ ഭൂമിക്ക് ഫോറസ്റ്റുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഫോറസ്റ്റിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് ഫോറസ്റ്റിന്റെ NOC ആ ഭൂമിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഫോറസ്റ്റിന്റെ NOC കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിന്റെ NOC ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ആ ഭൂമി നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഫോറസ്റ്റിന്റെ അതിർത്തിയിലുള്ള സ്ഥലമാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോറസ്റ്റിനോടനുബന്ധിച്ച് ഇതുപോലുള്ള മാർക്കുകൾ പാറമേൽ ഉണ്ടോയെന്ന് നോക്കുക. അല്ലെങ്കിൽ സർവേ സ്റ്റോണുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതുപോലുള്ള മാർക്കുകളായിരിക്കും ഉണ്ടാവുക. അതിന് ഫോറസ്റ്റ് അംഗീകരിക്കുന്ന മാർക്കുകളാണ് ഇത്. ഇങ്ങനെയുള്ള മാർക്കുകൾ ഫോറസ്റ്റിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഭൂമിയില്ല എന്നാണ് അതിൻ്റെ തെളിവ്. ഫോറസ്റ്റിൽ ഇത് കൂടാതെ, ഇങ്ങനെയുള്ള മാർക്ക് കൂടാതെ ജണ്ടകളും സ്ഥാപിച്ചിട്ടുണ്ടാകും. ആ ജണ്ടകൾ ഒരിക്കലും ഫോറസ്റ്റും നിങ്ങളുടെ ഭൂമിയുമായിട്ടുള്ള അതിരുകൾ അല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫോറസ്റ്റിൻ്റെ ജണ്ടകൾ ഫോറസ്റ്റിനകത്തല്ലാതെ മറ്റൊരാളുടെ പറമ്പിലും ഉണ്ടായിരിക്കുകയില്ല. മറ്റൊരാളുടെ പറമ്പും ഫോറസ്റ്റുമായിട്ടുള്ള അതിരുകൾ പാറമാർക്ക് മാത്രമേ ഉണ്ടായിരിക്കൂ. അപ്പോൾ പാറമാർക്ക് ഉള്ളിടത്തും ജണ്ടകൾ ഉണ്ടാകും. ജണ്ടകളല്ല ഫോറസ്റ്റിൻ്റെ അതിരുകൾ. നിങ്ങൾക്ക് ആരെങ്കിലും ജണ്ടകൾ അതിരുകൾ വെച്ച് ഭൂമി അളന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. ഫോറസ്റ്റിൻ്റെ അതിർത്തികൾ പാറമാർക്കുകളും ചെറിയ സർവേ കല്ലുകളുമാണ് അതിരുകൾ ഉണ്ടാകുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വലിയ ഭൂമി വാങ്ങുമ്പോൾ ഇതുപോലുള്ള സാറ്റലൈറ്റിൻ്റെ സംവിധാനം വെച്ചിട്ട് അളന്ന് ഭൂമി തിട്ടപ്പെടുത്തി വാങ്ങാൻ ശ്രമിക്കുക. സാറ്റലൈറ്റ് സംവിധാനം വഴി ഭൂമി അളക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിരുകൾ അതിൽ നിന്നും ലഭിക്കുന്നതാണ്. അല്ലാതെ ഇനി 5 സെൻറ്റോ 10 സെൻറ്റോ 20 സെൻറ്റോ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പോലും സാറ്റലൈറ്റിൻ്റെ സംവിധാനത്തിൽ മാത്രമേ ഭൂമി അളന്ന് വാങ്ങാൻ നിൽക്കാവൂ. അങ്ങനെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭൂമിയുടെ സ്കെച്ച് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള സാറ്റലൈറ്റ് സംവിധാനമുള്ള ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അയാളെ വിളിച്ചതിന് ശേഷം മാത്രം ഭൂമി അളക്കുക. അതുകൂടാതെ തന്നെ
മിച്ച ഭൂമിയുടെ ഭാഗത്തും ഇതുപോലുള്ള പാറമാർക്കുകളും സ്റ്റോണുകളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പാറമാർക്കുകളും സ്റ്റോണുകളും നിങ്ങളുടെ സ്ഥലവും മിച്ചഭൂമിയും ആയിട്ടുള്ള അതിരുകളാണ്. അതും കൂടി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഭൂമി വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോസുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.